ഈ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം ഒരാൾ ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ആറ്റുകാൽ എന്നൊക്കെ പൊങ്കാല കഴിഞ്ഞ് അല്ലേ ആ ക്ഷീണിച്ചൊക്കെ വന്നിരിക്കുകയാണ്. തൊട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് മഞ്ജുചേച്ചി എത്തുന്നത്? വിശ്വാസത്തിലേക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എന്നെ കണ്ട ഒരാളും പറയില്ല ഞാൻ ക്രിസ്ത്യനാണെന്ന്. അതെ, പള്ളിയിൽ പോയത് പള്ളിയിലോ എന്ന് ചോദിക്കും എന്നോട്. അപ്പൊ ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയും. അയ്യോ പറയേയില്ല കേട്ടാ, ഹിന്ദുവിനെ പോലെ ഇരിക്കണേ എന്ന് പറയും. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞാണോ എന്നറിയില്ല. ഞാനിപ്പോ കുഞ്ഞിലേക്ക് ഇപ്പൊ വരുന്നതിന് മുമ്പാണെങ്കിലും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വലിയ കമ്മലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. എനിക്കങ്ങനെ നടക്കാനാണ് ഇഷ്ടം, ഒരുങ്ങിയൊക്കെ നടക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താ അറിയോ, എന്നെ ദൈവം ഇങ്ങനെ മണ്ണുകൊണ്ട് കുഴച്ച് ഉണ്ടാക്കി ശ്വാസമൊക്കെ തന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമല്ലോ, വേറെ ഏതോ അമ്മയുടെ വയറ്റിലോട്ട് ഇട്ടതാ. ആ ഇടലിൽ ഏതോ മരത്തിൽ തട്ടി ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പുറത്തോട്ട് വീണുപോയി കേരളത്തിൽ വന്ന് വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കുള്ള ഞാൻ തമിഴ്നാട്ടിൽ ജനിക്കേണ്ടതാ. തമിഴ്നാട്ടിൽ ആരായിട്ട്? ഏതോ തമിഴത്തി ആയിട്ട് ജനിക്കേണ്ട സ്ത്രീയാണ് ഞാൻ. പക്ഷെ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. ഇവിടെ വന്ന് റീത്തയുടെ വയറ്റിൽ വന്ന് വീണു. അങ്ങനെയാണ് ഞാൻ ജന്മം കൊണ്ടത് ഇവിടെ. അപ്പോ അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ ഹൈന്ദവ പുരാണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മിത്തുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥയൊക്കെ ഇങ്ങനെ അതൊക്കെ ഇഷ്ടമായ അങ്ങനെ 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 നമ്മൾ പഠിച്ച് ഇങ്ങനെ, ഞാൻ മലയാളമൊക്കെ പഠിച്ചേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം വന്നതാണോ എന്നറിയില്ല. എനിക്ക് അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ 6-7 വർഷമായി വർക്ക് ചെയ്യുന്നു സീരിയലിലൊക്കെ. പക്ഷേ അമ്പലത്തിലൊക്കെ പോകുമെങ്കിലും ഇങ്ങനെ പൊങ്കാല ഇടണമെന്ന് എനിക്ക് തോന്നിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ ഒറ്റയ്ക്കാണ് കഴിഞ്ഞ വർഷം പോയിട്ട്. എനിക്ക് ആരും ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ശാസ്തമംഗലത്താണ് താമസിച്ചിരുന്നത്. അപ്പം എനിക്കിങ്ങനെ എൻ്റെ ഉള്ളിലിങ്ങനെ എന്താ ഇത്രയും നാളായിട്ട് ഇടാത്തേന്ന് ഇങ്ങനെ എന്നോട് തന്നെ ആരോ ചോദിക്കണ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്തു അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നും അറിയില്ല, ഇതെങ്ങനെ ഇടണ്ടേന്നോ എന്താ മേടിക്കണ്ടേന്നോ അറിയില്ല. താഴെ ഫ്ലാറ്റിലെ ചേട്ടനോട് പോയിട്ട് പറഞ്ഞു എനിക്ക് പൊങ്കാല ഇടണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ചേട്ടനാണ് എനിക്ക് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നത്. പത്മമാറിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നു. അവരെനിക്കൊരു സ്ഥലവും പിടിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ കുറേ ചേച്ചിമാർ, ഞാൻ ഒറ്റയ്ക്ക്. എനിക്കിത് എപ്പോൾ വെള്ളം വെക്കണം എന്നറിയില്ല, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ ചേച്ചിമാർ എനിക്കെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചിമാരുടെ കൂടെ ഒറ്റയ്ക്ക് പോയിരുന്ന്. പക്ഷേ അന്ന് എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും സന്തോഷവും സുഖവും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര എന്നെ ഈ ആറ്റുകാലം എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. അത്ര ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കിയത്. എനിക്കറിയില്ല, ഭയങ്കര ഒരു നിറവായിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് ഇനി ഞാൻ എല്ലാ വർഷവും ഇടും, ഞാൻ മുടക്കൂല എന്ന്. പക്ഷേ ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ ക്രൗഡിൽ നിന്ന് അവിടെ ഇങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബേഴ്സ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര വിഷമിച്ചായി പ്രാവശ്യം. അതെ, എനിക്കത് കണ്ടപ്പോൾ എന്താണെന്ന് ഞാനപ്പോൾ ചോദിക്കണം എന്നിപ്പോൾ അല്ലാതെ വരുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു ചേച്ചി. കാരണം നിൽക്കുമ്പോഴേ നമുക്ക് തോന്നിയിരുന്നു അതൊന്നും, അതായത് നമ്മളെ കവർ ചെയ്യുന്ന ചേച്ചി അങ്ങനെ എൻജോയ് ചെയ്യുന്നതേ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്, അവർ വേറൊരു സൈഡിൽ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നത് അത്രയും പ്യുവറായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാനപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറയണമെന്നുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സ്പേസിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോക്കോ, നമ്മളെ ശല്യം ചെയ്യാൻ വരരുത്, നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കല്ലേ, നമ്മൾ നൊയമ്പെടുത്ത് അതിനെ അത്രയും ഡിവൈനായിട്ട് കണ്ടിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ആ ഒരു മണിക്കൂർ നമുക്കായിട്ട് തരണം. അന്നേരം ചോദ്യം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ അഹങ്കാരിനെ കണ്ടോ അങ്ങനെ കണ്ടോ. ഞാൻ എന്നിട്ട് കുറേ പേരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് വീഡിയോ കാണുമ്പോഴേ ചേച്ചി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ അതിനു വേണ്ടിയല്ല അവിടെ പോയത്. എനിക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ ഒരു സ്വസ്ഥത, നമ്മളുടെ ഒരു ഇടവാണിത്, അതെനിക്ക് വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് മാറിയായിരുന്നോണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. ഈ പ്രാവശ്യം അങ്ങനെ പറ്റിയില്ല. അതെല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, മീഡിയയോടും
ആളുകളോടും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സെലിബ്രിറ്റിന്നോ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ സാധാരണക്കാരെന്നോ ജോലി ഇല്ലാത്തവരെന്നോ ആരുമില്ലല്ലോ. എല്ലാവരും സെയിം അല്ലേ. എല്ലാവരും വെയിലത്ത് മൺകലം വെച്ച് ചൂട്ടും കത്തിച്ച് നിൽക്കുവാണ്. അവിടെ എല്ലാവരും ഈക്വലാണ്. അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ. അത് നമുക്ക് ഞാനിത് അഹങ്കാരം പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്വസ്ഥതയിൽ നമുക്ക് ഏറ്റവും നിറവോടുകൂടി ഇല്ലേ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനകത്ത് തെറ്റൊന്നും. എനിക്ക് പോയിട്ട് മറ്റേ നാമം ജപിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ചൊല്ലിയിരിക്കുമ്പോഴോ ഒന്നും എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചിക്ക് എന്താണ് ശരിക്കും? ഞാൻ ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരാളല്ല, ഭയങ്കര ഡിവോട്ടി അല്ല ഞാൻ. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിരിക്കുവാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ആളോട് ഞാൻ പറയുക, എനിക്ക് സങ്കടം വരുന്നു കേട്ടോ, എനിക്ക് ആരും ഇല്ല എന്ന് തോന്നുക. എനിക്കിങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനോട് എനിക്കിങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. എനിക്ക് സങ്കടം വരികയാണ്, എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം എനിക്ക് കാണിച്ചു തരണം. എനിക്ക് തിരിച്ചത് ഞാൻ നിന്നെ കേട്ടു എന്ന് നമ്മുടെ മുമ്പിൽ വന്നൊന്നും പറയില്ലല്ലോ. അതെ, ഒരു പ്രവൃത്തിയിലൂടെ നമുക്കത് ഫീൽ ചെയ്യണം. ഞാനൊരു കാര്യം പറയുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുകയാണ്, തലയാട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതെ, മനസ്സിലായി. ഇതുപോലെ എനിക്ക് എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എൻ്റെ വിശ്വാസം അതാണ്. എനിക്ക് കുറേ പൈസ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റേ ബോളിവുഡിൽ അഭിനയിക്കണമെന്നോ ഇതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് തരണ്ട, ഇതെനിക്ക് വേണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയുമില്ല. എനിക്കല്ലാതെ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഇന്ന പോലെ കൊതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിനക്കത് കിട്ടൂല എന്നാണെന്ന് ഇപ്പം എനിക്ക് പറയുവാണ്, എനിക്കൊരു വലിയ വണ്ടി മേടിക്കണമായിരുന്നു എന്ന് ഇങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ, ഇല്ല അത് നിനക്ക് ഞാൻ തരില്ല എന്ന് എവിടെയെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതാ എൻ്റെ വിശ്വാസം. അതിപ്പോൾ ജീസസ് ആണെങ്കിലും അള്ളായാണെങ്കിലും ദേവിയാണെങ്കിലും ഒക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിനെ എനിക്ക് വേണ്ടേ. അതാ എൻ്റെ വിശ്വാസം. അല്ലാതെ എനിക്ക് ചിലപ്പോൾ പള്ളിയിൽ പോയി കുറേ നേരം ഇങ്ങനെ കുർബാനയൊക്കെ കൂടുമ്പോൾ എനിക്ക് ഉറക്കം വരും. ദൈവം ഇതൊക്കെ ഇട്ട് ചിലപ്പോൾ വിവാദമാവും കേട്ടോ. പക്ഷെ ഉറങ്ങണ ഇഷ്ടം പോലെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൂങ്ങിപ്പോവും. നമ്മൾ ചിലപ്പോഴൊക്കെ മനുഷ്യനാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമായിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന എത്തിക്കും. ചില ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കണ്ണീന്നൊക്കെ വെള്ളം വരും, ഭയങ്കര നിറവായിരിക്കും. ആ പ്രാർത്ഥനയെ പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. മറ്റേത് തലയും ചൊറിഞ്ഞ് അവിടെ ഇരുന്നിട്ട് അടുക്കളയിൽ വെച്ചേക്കണത് ഇങ്ങനെ ഇത് എത്തിക്കാൻ വേണ്ടി എത്തിക്കുന്ന പ്രാർത്ഥനകളും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥനയൊന്നും അവിടെ എത്തൂല. ഇത് അവിടെ കിടന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകും. ഇത് എവിടെ എത്തൂല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥന തീർക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയൊക്കെ എനിക്ക് 100 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ 2-3 ദിവസം എനിക്കത് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സന്യാസിയായി പോയാൽ എല്ലാ പ്രാർത്ഥനയോടെ എത്തിക്കാൻ പറ്റുമായിരുന്നു. അതെ,